നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവക്കത് വേണം ഗംഗേ. എന്നാലും ചേച്ചി, എനിക്കെന്തോ ശ്രേയച്ച് ബോധം കെട്ട് കിടക്കുന്നു അറിഞ്ഞപ്പോ സങ്കടം തോന്നി. നീ ഇങ്ങനെ പാവം ആവല്ലേ ഗംഗേ. സത്യത്തിൽ അവള് മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക വേണ്ടത്. അങ്ങനെയൊന്നും പറയാതെ ചേച്ചി, എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിലൊരംഗമല്ലേ. ആ പരിഗണന ശ്രേയ നിനക്ക് തരുന്നുണ്ടോ? ഇല്ലല്ലോ. എത്ര തവണ നിന്നെ കൊല്ലാൻ അവൾ ആളെ വിട്ടു. എത്രയോ വട്ടം അവള് നേരിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഇപ്പൊ നീ എന്തിനാ ഗംഗയെ വിഷമിക്കുന്നേ? സത്യത്തിൽ ശ്രേയയുടെ അവസ്ഥയിൽ എനിക്ക് സന്തോഷ. ശ്രേയച്ചയ്ക്ക് ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ ചേച്ചി? എന്ത് സംഭവിക്കാൻ, ബോധം പോയെന്നേ ഉള്ളൂ. അല്ലാതെ അവള് മരിക്കൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും അവക്കങ്ങനെ എളുപ്പത്തിലുള്ള ഒരു മരണമൊന്നും കിട്ടില്ല. അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തിട്ടുള്ളവള. നന്നായി അനുഭവിച്ചിട്ടേ ഈ ഭൂമി വിട്ടു പോവും. നിന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിച്ച് കൂടെ നിർത്തല്ല വേണ്ടത്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം ഗംഗേ. ഇതൊക്കെ നീ എന്നാ പഠിക്കുന്നേ? എത്രയൊക്കെ ദ്രോഹിച്ചാലും ഞാൻ ശ്രേയച്ചയും എന്റെ ചേച്ചിയായിട്ടാ കാണുന്നേ. ഒരിക്കൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മനസ്സിലാക്കി ശ്രേയച്ച് മാറുന്ന തന്നെയാ എന്റെ വിശ്വാസം. എനിക്ക് ആ വിശ്വാസം തീരെയില്ല. അങ്ങനെ മനസ്സ് മാറുന്നതൊക്കെ മനുഷ്യർക്ക്. ശ്രേയെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളല്ല. ഏതായാലും ഈ ഷോക്ക് ഏറ്റതിന്റെ പേരിൽ അവള് മരിക്കില്ല, അതുറപ്പാ. ഇത് അവള് ചെയ്യുന്ന ക്രൂരതകൾക്കുള്ള ചെറിയ ശിക്ഷ മാത്രം. വലിയ വലിയ ശിക്ഷകൾ പിന്നാലെ വരും. നീ അതൊക്കെ മനസ്സിൽ നിന്ന് കള. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ ചേച്ചി? നാളെ മാളുവിന്റെ പിറന്നാളാ. ആണോ? അതെ. മഹിയേട്ടനും മാളുവും ആ ദിവസം മറന്നുപോയെന്നാ തോന്നുന്നത്. നീ വേണം അവരെ അത് ഓർമ്മിപ്പിക്കാൻ. മാളുവിന്റെ പിറന്നാള് നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ ചേച്ചി. ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നീ എന്റെ മോളെ ക്ഷേത്രത്തിലൊന്ന് കൊണ്ടുപോണം ഗംഗെ. അവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും കൊണ്ടുപോവാൻ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ സ്ഥാനത്തുനിന്ന് അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തോളാം. മാളുവിന് നല്ല പിറന്നാൾ സദ്യ ഒരുക്കി കൊടുക്കാം. എന്റെ മാളുവിന് നീ ഒരു കുറവും വരുത്തില്ലെന്ന് എനിക്കറിയാം. എന്നേക്കാൾ ഭംഗിയായി നീ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. അവള് നമ്മുടെ മോളല്ല ചേച്ചി. ഈ ദിവസം ഞാൻ മുൻകൂട്ടി കണ്ടില്ലല്ലോ എന്നതാ എന്റെ സങ്കടം. അത് നിന്റെ കുഴപ്പമല്ലല്ലോ. പിന്നെ നീ അറിയേണ്ട സമയത്ത് കാര്യങ്ങൾ നിന്നെ അറിയിക്കാൻ ഞാൻ നിനക്കൊപ്പം ഉണ്ട് ഗംഗേ. നാളെ നമുക്ക് മാളുവിന് സർപ്രൈസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ പറയാം. മാളുവിനത് വലിയ സന്തോഷാവും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു അത്. എനിക്കതൊക്കെ എന്നേക്കുമായി നഷ്ടമായി. ചേച്ചിയുടെ ആഗ്രഹങ്ങളെല്ലാം എന്നിലൂടെ സാധിക്കാമല്ലോ. പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതെ, ഞാൻ സന്തോഷിക്കേണ്ട സമയം തന്നെയാ. എനിക്ക് എന്റെ കുഞ്ഞിനെ തൊടാൻ സാധിക്കില്ലെങ്കിലും കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.